ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹ്യൂജിന്റെ നിലവിളി കേട്ട് അന്നേരം തന്നെ ഹ്യൂസൺ മേളിലേക്ക് ചെല്ലും. ഇയാൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കും. അവൻ അവിടുത്തെ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ അവിടെ ആരോ നിൽപ്പുണ്ട്. അല്ലാത്ത വീട്ടിൽ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പോലീസിന്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഹ്യൂസൺ പോലീസിനെ വിളിക്കാനായിട്ട് പോകുമ്പോൾ ഇയാൾ തടയും. ഞാൻ വന്നപ്പോൾ ഈ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. വെളിയിൽ വെയിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. തുറന്നു കിടന്നത് കണ്ടുകൊണ്ടാണ് അകത്തേക്ക് കയറിയെന്ന് അയാൾ പറയും. ഇത് ഹ്യൂജിന്റെ വീടല്ലേ, ഞാൻ ഹ്യൂജിന്റെ അച്ഛനാണെന്ന് അയാൾ ഹ്യൂജിന്റെ അടുത്ത് പറയും. തേങ്ങ അവനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അവള് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവനോട് വീട്ടിലേക്ക് വരുമ്പോൾ ഹ്യൂസൺ അവിടെ നിൽപ്പുണ്ട്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അകത്തുണ്ടെന്ന് പറയുമ്പോഴത്തേനും ഇവനകത്ത് ചെന്നിട്ട് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കും. അവൾ ആക്ഷൻ കാണിക്കുന്നതന്നെയാണ് അവിടെ ഒരാൾ ഇരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. തേങ്ങയെ കാണുമ്പോൾ അയാൾ ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങും. നിങ്ങൾ ആരാണെന്ന് തേങ്ങ അയാളോട് ചോദിക്കും. അച്ഛനാണെന്ന് ഹ്യൂജനാണ് അവനോട് പറയുന്നത്. ഹ്യൂജനെ നോക്കാൻ വേണ്ടിയിട്ട് താഴത്തെ ഫ്ലാറ്റിലേക്ക് ഏൽപ്പിച്ചേക്കുമായിരുന്നു ഹ്യൂജൻ. എന്തായാലും വീട്ടിൽ ഒരാൾ അതിക്രമിച്ച് കയറിയത് കൊണ്ട് ഹ്യൂസൺ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ അറിയിക്കാനാണ് അവർ പറഞ്ഞിരുന്നത്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എപ്പോഴാണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് അവൻ ഹ്യൂജിന്റെ അടുത്ത് പറയും. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വരേണ്ടതായിരുന്നു. പൈസ സമ്പാദിക്കാനാണ് തത്രപ്പാടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങിന്റെ അച്ഛൻ കരയും. നിങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നെ അന്വേഷിച്ച് വന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ, അതെന്താണെന്ന് അവൻ ചോദിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം വേണം ഞാൻ എൻ്റെ കുട്ടികളെ അന്വേഷിച്ച് വരാൻ? എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് അയാൾ പറയുമ്പോൾ, ഇപ്പോൾ കണ്ടു കഴിഞ്ഞല്ലോ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഒന്നും ബാക്കിയില്ല. നിങ്ങളെ ഞാൻ ഒരിക്കലും കാത്തിരുന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുതെന്ന് തേങ് അയാളുടെ അടുത്ത് പറയും. ഇത്രയും വർഷങ്ങൾക്കിടയിൽ അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്നും ഇപ്പോഴാണ് ആദ്യമായിട്ട് പിന്നീട് കാണുന്നതെന്നും ഹ്യൂജിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ വീഴ്ചക്കിടയിൽ അവളുടെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തേങ് ശ്രദ്ധിക്കും. ഹ്യൂജിൻ അത് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഇയാൾ ഓക്കെ ആണോ എന്ന് അവൾ എൻ്റെ അടുത്ത് ചോദിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ഫാമിലി ഒന്നും ഇല്ലായിരുന്നു. അച്ഛനെ പറ്റി നല്ല ഓർമ്മകളൊന്നും എനിക്കില്ലതായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ട്രേഞ്ചറിനെ മീറ്റ് ചെയ്തത് പോലെ തോന്നുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല എന്ന് അവൻ പറയും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് അവന് വിഷമമുണ്ട്. കൃത്യസമയത്ത് അവളുടെ അടുത്തേക്ക് എത്താനും പറ്റിയില്ല. അതുകൊണ്ട് അവൻ അപ്പോളജൈസ് ചെയ്യും. തേങ്ങിന്റെ അച്ഛൻ നെയ്ബേഴ്സിന്റെ അടുത്ത് നല്ല പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും തിരിച്ചു കൊടുക്കാതെ അവരെ പറ്റിച്ച് നടക്കുകയായിരുന്നു. നിന്റെ അച്ഛൻ എവിടെ? ഞങ്ങളുടെ എല്ലാം പൈസ അയാളുടെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞിട്ട് തേങ് കുഞ്ഞായിരിക്കുമ്പോൾ അവരെല്ലാം വന്ന് അവൻ്റെ അടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അവനെ ഉപദ്രവിക്കുകയും ചെയ്യും. അവൻ നോക്കുമ്പോൾ അവന്റെ അച്ഛൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് കാണുന്നത്. അതെല്ലാം അവൻ ഓർക്കും. തേങ് അച്ഛനെ ഒരു കഫേയിൽ മീറ്റ് ചെയ്യും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചു വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇനി എന്നെ കാണാനായിട്ട് വരരുത്. ഒരു ദർശനമില്ലാതെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയതാണ്. ഞാൻ എങ്ങനെയാണ് ഇത്രയും വർഷം ജീവിച്ചതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞു വരുമ്പോൾ ഞാൻ നിങ്ങളെ അച്ഛനായി കാണുമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? നിങ്ങൾക്ക് ഒട്ടും നാണം തോന്നിയില്ലേ എന്നെ അന്വേഷിച്ചു വരാനായിട്ട്? ഇത്രയും കാലം നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് രണ്ടുപേരും അവരവരുടെ ലൈഫ് ജീവിക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നല്ലതെന്ന് പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് തുടങ്ങുമ്പോൾ, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഒരുപാട് വൈകിപ്പോയെങ്കിലും ഒരു ചാൻസും കൂടി എനിക്ക് തരാൻ പറ്റത്തില്ല എന്നാണ് അയാൾ ചോദിക്കുന്നത്. തേങ്ങിന്റെ അടുത്ത് അച്ഛൻ വീണ്ടും അപ്പോളജൈസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കിനി നിങ്ങളെ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. കുഞ്ഞന്ന് ഡേ കെയറിൽ പോകാൻ കൂട്ടാക്കത്തില്ല. ഭയങ്കര കരച്ചിലായിരിക്കും. അവനാണെങ്കിൽ അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോവുകയും വേണം. നെയ്ബറും അമ്മയും ഇത് കാണും. കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം, അതിനുശേഷം ഡേ കെയറിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അവർ കുഞ്ഞിനെ വാങ്ങിക്കും. അവരെ ഏൽപ്പിച്ചിട്ടാണ് അവൻ അന്ന് പോകുന്നത്. തേങ് നല്ല യങ്ങാണ്. അതുകൊണ്ട് കുട്ടിയെ നോക്കാനൊക്കെ പറ്റുമോ എന്ന് ആദ്യം കാണുമ്പോൾ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവനെല്ലാം നന്നായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നെയ്ബറും അമ്മയും പരസ്പരം പറയും. യൂസങ്ങിന്റെ ടീമിന്റെ പ്രോജക്റ്റ് കമ്പനിയുടെ കോർ പ്രോജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടും. ബാക്കിയുള്ള എംപ്ലോയീസ് എല്ലാം പെർമനന്റ് ആയതുകൊണ്ട് അവരുടെ ഗ്രൂപ്പ് ചാറ്റ് വഴി അവരെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹ്യൂജിൻ മാത്രം അറിയത്തില്ല. അവൾക്കത് വിഷമാവും. അത് യൂസങ് ശ്രദ്ധിക്കും. രാവിലെയാണ് തീരുമാനം വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്യും. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇവാലുവേഷനെ ഹെൽപ്പ് ചെയ്യും. എല്ലാവരും മാക്സിമം എഫേർട്ട് ഇടണം എന്ന് പറയും. തനിക്ക് കിട്ടിയൊരു അവസരമാണെന്ന് ഹ്യൂജിന് മനസ്സിലാവും. അന്ന് ഹ്യൂജിനാണ് പൂജുവിനെ തിരിച്ച് ഡേ കെയറിൽ വിളിച്ചുകൊണ്ട് പോകുന്നത്. കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കിനും ഹ്യൂസങ് അവളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാവും. എല്ലാ ദിവസവും ഇതുപോലെ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും കുഞ്ഞിനെ വിളിച്ചുകൊണ്ടാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് കുറച്ച് സമയം കുഞ്ഞുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടാറുള്ളൂ എന്ന് പറയും. വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനും കൂടി മുകളിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചിട്ട് അവൻ ചെന്ന് ലോക്ക് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് ടൂൾസ് എടുക്കാനായിട്ട് അവളെ പറഞ്ഞു വിടും. അവൾ ചെല്ലുമ്പോൾ അവൾക്ക് കയ്യെത്തത്തില്ല. അന്നേരത്തേക്ക് അവൻ വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകും. അത് കണ്ടുകൊണ്ടാണ് തേങ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇയാൾ ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കും. പിന്നീട് രണ്ടുപേരും കൂടിയാണ് ലോക്ക് മാറ്റി വെക്കുന്നത്. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഫുൾ ടൈം നിൽക്കുന്നത്. അന്നേരം പൂജ അങ്ങോട്ടേക്ക് വരും. ഡേഞ്ചറസ് ആയതുകൊണ്ട് അകത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് തേങ് കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ഹ്യൂജൻ അങ്ങോട്ടേക്ക് വന്ന് കുഞ്ഞിനെ വാങ്ങിക്കും. അവൻ നാച്ചുറൽ ആയിട്ട് ഒരു ഫാമിലിയെ പോലെ ആക്ട് ചെയ്യുന്നത് യൂസർ നോക്കി നിൽക്കും. അവന് വിഷമം തോന്നും.
യൂജിന് എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ എന്നെ വിളിച്ചറിയിക്കണമെന്ന് യൂസങ് ടേങ്ങിന്റെ അടുത്ത് പറയും. അവനത് ഇഷ്ടപ്പെടത്തില്ല. ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യമാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് അവൻ പറയുമ്പോൾ യൂജിന് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒന്നും സംഭവിക്കാതെ അവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. അത് ഇയാൾക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റുമോന്ന് അവൻ തിരിച്ചു ചോദിക്കും. എനിക്ക് അയാളുടെ അച്ഛനെ വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ആള് നല്ല സസ്പീഷ്യസ് ആണ്. ഇവിടെ താമസക്കാരില്ലാതിരുന്നപ്പോൾ അയാൾ എന്തിനാണ് അകത്ത് കയറി വെയിറ്റ് ചെയ്തത്? തനിക്കും അച്ഛനുമായിട്ട് വലിയ ബന്ധം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അയാൾ ഇത്രയും കാലം എവിടെയായിരുന്നു, എന്തെടുക്കുകയായിരുന്നു എന്നൊന്നും ഇയാൾക്കും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. താൻ ഇവിടുന്ന് താമസം മാറുന്നത് വരെ യൂജിന് അപകടമൊന്നും സംഭവിക്കാതെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടാണ് യൂസങ് പോകുന്നത്. അസസ് ചെയ്യാൻ എന്നോട് താല്പര്യമുണ്ടോ എന്ന് ടേങ് ചോദിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് എക്സൈറ്റഡ് ആവും. എമി ചൂണ്ടി ടീമിലേക്കാണല്ലോ പോകുന്നത്, നീ കൂടുതലും അസസ് ചെയ്യുന്നത് എന്നെ ആയിരിക്കും എന്ന് ടേങ് പറയുന്നുണ്ടെങ്കിലും ഫ്രണ്ടിന് അതൊന്നും വിഷയമല്ല. ഈ സന്തോഷ വാർത്ത അമ്മയടുത്ത് പറയാൻ വേണ്ടിയിട്ട് അവൻ ഫോൺ ചെയ്യാനായിട്ട് പോകും. നീ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് നിനക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ, നിനക്ക് എന്താണ് സങ്കടം എന്ന് ഫ്രണ്ട് അവനോട് ചോദിക്കും. ഫ്രണ്ട് അവനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ടേങ്ങിനറിയാം. എൻ്റെ അച്ഛൻ എന്നെ കാണാനായിട്ട് വന്നു എന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ അവൻ അച്ഛനെ പറ്റി അധികമൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് ഫ്രണ്ട് ഓർത്തെടുക്കും. ഇത്രയും വർഷം എന്നെ അന്വേഷിച്ച് വന്നില്ല, ചെറുതിലെ ഉപേക്ഷിച്ച് പോയതാണ് എന്നെയും ചേട്ടനെയും. ഞാൻ ഓർഫനേജിലായിരുന്നു, ഇത്രയും കാലം എങ്ങനെയാണ് വളർന്നതെന്നൊന്നും അയാൾ അന്വേഷിച്ചിട്ടില്ല. അച്ഛനാണെന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, അതുകൊണ്ട് ഇനി എന്നെ കാണാനായിട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴും എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു ശൂന്യതയായിരുന്നു എന്ന് തോന്നിയിരുന്നതെന്ന് അവൻ പറയുമ്പോൾ ഹ്യൂജിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിൽ പിന്നെ എങ്ങനെയാണെന്ന് ഫ്രണ്ട് എടുത്ത് ചോദിക്കും. അതിൽ പിന്നെ എനിക്ക് ഒരു വീടുള്ളതുപോലെയും ഒരു ഫാമിലി ഉള്ളതുപോലെയും തോന്നുന്നുണ്ട്, അതുകൊണ്ട് അതെന്നെ പേടിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതെല്ലാം ഇല്ലാതാക്കുമോ എന്നുള്ള പേടിയാണ് എനിക്കെന്ന് അവൻ തുറന്നു പറയും. ഹ്യൂജിന്റെ നെയ്ബേഴ്സ് രണ്ടുപേരും കൂടി ഒരു ടേബിൾ മാറ്റാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ടേങ്ങിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അമ്മയ്ക്ക് ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല, മറ്റേ നെയ്ബറാണ് ടേങ്ങിന്റെ അച്ഛനാണെന്ന് പറയുന്നത്. ഇയാൾ എന്താ വെളിയിൽ നിൽക്കുന്നത്, അവിടെ ആരും ഇല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ടേങ്ങിന് അവനെ കാണാൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇനി ഇങ്ങോട്ടേക്ക് വരരുതെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് അവൻ്റെ അച്ഛൻ പറയും. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറയാനായിട്ട് പാടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവനോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാവും എനിക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അയാൾ പറയും. എങ്കിലും അമ്മ അവനെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഹ്യൂജിൻ ഊജുവിനെ കൂട്ടി അങ്ങോട്ടേക്ക് വരും. ഹ്യൂജിന്റെ കൂടെ ഉള്ളത് ഊജിന്റെ കുട്ടിയാണ്, അയാളുടെ ഗ്രാൻഡ് ചൈൽഡാണെന്ന് അന്നേരമാണ് ടേങ്ങിന്റെ അച്ഛന് മനസ്സിലാകുന്നത്. കാണാൻ വരരുതെന്നാണ് ടേങ് പറഞ്ഞിരിക്കുന്നത്, എനിക്കതിന് പറ്റത്തില്ലല്ലോ എന്ന് അയാൾ ഹ്യൂജിന്റെ അടുത്ത് ചോദിക്കും. എൻ്റെ കൊച്ചുമോനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ഞാൻ അവനെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൾക്ക് എതിർക്കാനായിട്ട് പറ്റത്തില്ല. കുഞ്ഞിനെ സ്നേഹത്തോടെ അയാൾ എടുക്കുന്നതും കളിപ്പിക്കുന്നതുമെല്ലാം ഹ്യൂജിൻ നോക്കിയിരിക്കും. ടേങ്ങിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്, എൻ്റെ ജീവിത സാഹചര്യം അങ്ങനെ ആയിപ്പോയി. പിന്നെ അച്ഛനും മകനും എന്നുള്ള ബന്ധം നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അവൻ എന്നെ കണ്ടാന്ന് പറഞ്ഞെങ്കിലും അവനെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും കാണണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ അയാൾ പറയും. പിന്നെ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒറ്റയ്ക്ക് ഈ കുഞ്ഞിനെ വളർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് എപ്പോഴെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് അച്ഛൻ പറയും. ടേങ് പറഞ്ഞത് ആലോചിച്ച് വിഷമിക്കേണ്ട, ടേങ്ങിന് കുറച്ച് സമയം കൊടുത്താൽ മതി, റിസെന്റ്മെന്റ് മാറാനായിട്ട് കുറച്ചധികം സമയം എടുക്കും, അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അയാളെ ഹ്യൂജിനെ ആശ്വസിപ്പിക്കും. ഹ്യൂജിനും ഊജുവും അന്ന് താമസിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. എന്താ താമസിച്ചതെന്ന് ടേങ് ചോദിക്കുമ്പോൾ ഇയാളുടെ അച്ഛനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു, കുഞ്ഞിനെ കളിപ്പിച്ച് കുറച്ചു നേരം അച്ഛൻ അവിടെ ഇരുന്ന് പോയി, അതുകൊണ്ടാണ് താമസിച്ചതെന്ന് പറയും. അച്ഛൻ പൈസ വല്ലതും ചോദിച്ചു എന്നാണ് ആദ്യം അവൻ ചോദിക്കുന്നത്. കുഞ്ഞിനെ പരിചയപ്പെടുത്തിയെന്ന് കേൾക്കുമ്പോൾ അവന് ദേഷ്യം വരും. എന്തിനാണ് ഊജുവിനെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ പ്രായമുള്ള ഒരാള് അയാളുടെ കൊച്ചുമോനെ പരിചയപ്പെടണം എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ടാന്ന് ഞാൻ അങ്ങനെ പറയുന്നു അവൾ തിരിച്ചു ചോദിക്കും. എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ചെറുതായിരുന്നപ്പോൾ എന്നെ ചേട്ടനെയും ഉപേക്ഷിച്ച് പോയതാണ്, പിന്നീട് ഒരിക്കൽ പോലും ഞങ്ങളെ അന്വേഷിച്ച് വന്നിട്ടില്ല. എൻ്റെ ചേട്ടൻ എന്നെ ഓഫനേജിൽ കൊണ്ടുവിടുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കറിയായിരുന്നു അവൻ എന്നെ ഉപേക്ഷിക്കുകയാണ്, തിരിച്ചു വരത്തില്ല എന്ന്. പക്ഷെ അവൻ തിരിച്ചു വരുമെന്ന് വിചാരിക്കാനായിരുന്നു എനിക്കിഷ്ടം, കാരണം ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് നോർമലായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു എന്ന് ടേങ് അവളോട് പറയും. ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇയാളുടെ അടുത്ത് പറയാതിരുന്നതെന്ന് അവൻ പറയും. ഊജിൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമെന്ന് അവൾ പറയുമ്പോൾ അവന് ദേഷ്യം വരും. ശരിയാണ്, എന്ത് റീസൺ ആണെന്ന് ഞാൻ അന്ന് മുതൽ ആലോചിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ ചെറുതിലെ എന്നെ ഉപേക്ഷിച്ചു പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനെ ഉപേക്ഷിച്ചു, അവരെ ഉപേക്ഷിച്ച് പോകാനും മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്നൊക്കെ ഞാൻ അന്ന് മുതൽ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം ഒരിക്കലും കിട്ടിയില്ല.
ഇയാളെങ്കിലും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ന് സങ്കടത്തോടെ പറഞ്ഞിട്ടാണ് അവൻ റൂമിൽ കയറി കഥ അടയ്ക്കുന്നത്. യൂസങ്ങിന്റെ ടീമിന്റെ പ്രപ്പോസല് റൈവൽ കമ്പനിക്ക് ചോർന്നു കിട്ടും. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ലയന്റ് അവരോട് എക്സ്പ്ലനേഷൻ ചോദിക്കും. ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. സംഭവം കമ്പനി മുഴുവൻ അറിഞ്ഞു തുടങ്ങും. എല്ലാവരും ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. റെസ്റ്റ് റൂമിലേക്ക് പോകുമ്പോഴും അവിടെയും സംസാരം ഇത് തന്നെയാണെന്ന് ഹ്യൂജിന് മനസ്സിലാവും. ആരോ അവരുടെ കൂട്ടത്തില് സ്പൈ ആയിട്ടുണ്ട്, എല്ലാ ഫയൽസും ചോർത്തി കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. എന്നാലും ആരായിരിക്കും അങ്ങനെ ചെയ്തത്? മിക്കവാറും ആ ടെമ്പററി എംപ്ലോയി ആയിരിക്കും. അവർക്ക് കമ്പനിയോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലല്ലോ, കുറെ നാൾ കഴിഞ്ഞിട്ട് പോകാനുള്ളതല്ലേ. ബാക്കി ആരും അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. തന്നെയല്ല, മിസ്റ്റർ പാർക്ക് ആ എംപ്ലോയിയെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നതും കേട്ടു. അവരൊന്നിച്ച് ഒരേ കോളേജിൽ പഠിച്ചതാണ്. ഇനി ഒരുപക്ഷെ അയാളുമായിട്ടുള്ള കണക്ഷൻ ഉപയോഗിച്ചാണോ ഇവിടെ ജോലിക്ക് കയറിയതെന്ന് നമുക്കറിയത്തില്ലല്ലോ. ആ കുട്ടിയുടെ ബയോഡേറ്റ അത്ര ഇംപ്രസീവ് അല്ലായിരുന്നു എന്നൊക്കെ കേൾക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതകത്തുനിന്ന് കേൾക്കുമ്പോൾ ഹ്യൂജിന് ദേഷ്യം വരും. ഞാനത് ചെയ്തിട്ടില്ല, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞ കൂട്ടെ ഞാനൊരു കോൺട്രാക്ട് എംപ്ലോയി മാത്രമാണ്. അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ മുഴുവൻ എനിക്ക് കിട്ടുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് വിചാരിക്കുന്നത്? അങ്ങനെ കിട്ടത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? ഞാനാണ് അത് ചെയ്തതെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? പിന്നെ നിങ്ങൾ ഇത് പറയാനായിട്ട് പാടില്ല എന്നവൾ പറയുമ്പോൾ, ഇയാളാണ് ചെയ്തതെന്ന് തെളിവില്ല, പക്ഷെ ഇയാളല്ല ചെയ്തതെന്ന് തെളിവില്ലല്ലോ എന്ന് അവർ തിരിച്ചു ചോദിക്കും. ഹ്യൂജൻ ഒറ്റയ്ക്ക് എന്നോ കരയുന്നത് കണ്ട് യൂസം അങ്ങോട്ടേക്ക് ചെല്ലും. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാനായിട്ട് പോകേണ്ടത് നമ്മുടെ പ്രോജക്റ്റ് അല്ലേ, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയുമ്പോൾ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അവൾ പറയും. ഇയാളെ എന്റെ ഫ്രണ്ടിൽ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യസന്ധമായിട്ട് ഇയാൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എന്നോട് തുറന്നു പറയാം. എന്നെ റിലേ ചെയ്യാം. ഇയാൾക്ക് വേണ്ടിയിട്ട് അത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പാടില്ല എന്ന് അവൻ ചോദിക്കും. ലീക്ക് ചെയ്ത പ്രപ്പോസലിലെ ഡിഷസ് ഒക്കെ മാറ്റിയിട്ട് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവരെ മീറ്റിംഗിൽ തീരുമാനിക്കും. മീറ്റിംഗ് കഴിഞ്ഞിറങ്ങി ഹ്യൂജിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പ്രപ്പോസൽ ലീക്കിനെ പറ്റി അവിടെ എംപ്ലോയീസ് ഒക്കെ സംസാരിക്കുന്നത് ടേം കേൾക്കും. കുറച്ചു നേരം ശ്രദ്ധിക്കുമ്പോൾ അവർ പറയുന്നത് ഹ്യൂജിനെ പറ്റിയാണെന്ന് അവന് മനസ്സിലാവും. കാര്യങ്ങൾ ഹെക്ടിക് ആയതുകൊണ്ട് ഹ്യൂജിന് അന്നും ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റത്തുള്ളൂ എന്ന് ടേമിന് മനസ്സിലാവും. ഇന്നലെ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിട്ട് സംസാരിച്ചു, ഇയാളുടെ അടുത്ത് എന്റെ ദേഷ്യം എല്ലാം കൂടി കാണിക്കാനായിട്ട് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പോളജൈസ് ചെയ്യും. അതൊന്നും സാരമില്ല, എല്ലാ കാര്യങ്ങളും അറിയാതെ ഞാനും അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ലായിരുന്നു എന്ന് അവൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യൂസം അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ അടുത്ത മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോകും. ഒരു കാരണവശാലും നമ്മുടെ ഈ ക്ലയന്റിനെ റൈവൽ കമ്പനിക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യണം. പിച്ചിങ് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആരാണ് ചെയ്യുന്നതെന്ന് ചെയർമാൻ യൂസങ് എൻ്റെ അടുത്ത് ചോദിക്കും. ഹ്യൂജൻ ആണെന്ന് കേൾക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കുറച്ചും കൂടി എക്സ്പോഷർ ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ട് ടീം 1 ആരെങ്കിലും ചെയ്യിക്കാനായിട്ട് അയാൾ പറയുമെങ്കിലും യൂസങ് അത് സമ്മതിക്കത്തില്ല. ഇത് കമ്പനിയുടെ കോർ പ്രോജക്റ്റ് ആകുന്നതിന് മുമ്പേ ഞങ്ങളുടെ ടീമിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ടീമിൽ നിന്ന് ആരെങ്കിലും തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുമെന്ന് അവൻ ഉറപ്പിച്ച് പറയും. ചെയർമാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പ്രപ്പോസൽ വെക്കട്ടെ, അതിൽ ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ചൂസ് ചെയ്യാമല്ലോ എന്ന് അവൻ സജസ്റ്റ് ചെയ്യും. അത് ബോർഡ് മെമ്പേഴ്സിനെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ചെയർമാൻ സമ്മതിക്കും. അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ച് കയറിയ ആളെ ടേങ്ങിന്റെ അച്ഛൻ സാക്ഷി പറഞ്ഞതുകൊണ്ട് പോലീസിന് പെട്ടെന്ന് പിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ അയാള് നെയ്ബേഴ്സുമായിട്ടെല്ലാം കമ്പനിയാവും. ടേങ് ഇപ്പോഴും സംസാരിക്കുന്നില്ലേ എന്ന് അവർ ചോദിക്കുമ്പോൾ, അത് പ്രശ്നമില്ല, എനിക്ക് അവരെ ദൂരെ നിന്നെങ്കിലും കണ്ടാൽ മതി എന്നാണ് അച്ഛൻ അവരോട് മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്കൊക്കെ സങ്കടമാവും. അതിനിടയ്ക്ക് വേറെ അപ്പാർട്ട്മെന്റിലെ ആൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അതെല്ലാം കൂടി താഴെ പോകുന്ന കാണുമ്പോൾ ആരും പറയാതെ ടേങ്ങിന്റെ അച്ഛൻ ഓടി ചെന്നിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യും. ഈ സംഭവമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതന്നെയാണ് ടേങ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ അവൻ അച്ഛനെ മൈൻഡ് ചെയ്യാതെ ഒന്നും മിണ്ടാതെ കയറിപ്പോവും. ഇത് നെയ്ബേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ നല്ല റൂഡാണ്, ഒട്ടും മാനേഴ്സ് ഇല്ല എന്നൊക്കെ അവർ പറയും. ടേങ് ഹ്യൂജിനെ വിളിച്ചു നോക്കും, പക്ഷെ കിട്ടത്തില്ല. അവളെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് യൂസങ് ആണ്. പോകാൻ നേരത്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറയണം എന്ന് അവൻ പറയുമ്പോഴത്തേക്കും, ഇപ്രാവശ്യം എനിക്ക് ഇയാളുടെ ഹെൽപ്പ് വേണ്ട, കാരണം ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് കേപ്പബിൾ ആണെന്ന് എനിക്ക് സ്വയം പ്രൂവ് ചെയ്യണമെന്ന് അവൾ പറയും. അത് യൂസങ്ങിനെ ഇഷ്ടപ്പെടും. ടേങ് അന്നേരം താഴേക്ക് ഇറങ്ങി വരും. ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അവൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് വറീഡ് ആയതുകൊണ്ട് വന്നതാണെന്ന് അവൻ പറയും. ഹ്യൂജിനെ ഒറ്റയ്ക്കാക്കാതെ കൊണ്ടുവിട്ടതിന് യൂസങ്ങിന്റെ അടുത്ത് ടേങ് നന്ദി പറയും. ഇയാൾ എന്തിനാണ് അതിന് എന്നോട് താങ്ക്സ് പറയുന്നതെന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. ഇവർ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ ഹ്യൂജിനെ പിടിച്ചു നിർത്തിയിട്ട് പറയും, ഇയാള് കഴിവുള്ള ആളാണ്, ഇത് നന്നായി തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നിച്ചൊരു ഡേറ്റിന് പോകണമെന്ന് അവൻ പറയും. മനഃപൂർവ്വമാണ് ടേങ്ങിന്റെ മുമ്പിൽ വെച്ചിട്ട് അവനത് പറയുന്നത്. ഹ്യൂജൻ രാത്രി വൈകി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടേങ് അങ്ങോട്ടേക്ക് വരും. ഇയാൾക്ക് എപ്പോഴും മിസ്റ്റർ പാർക്കിനെ ഇഷ്ടമാണോ അറിയാനായിട്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. കാരണം ഞാനും ഇയാൾക്ക് സപ്പോർട്ടായിട്ട് ഫുൾ ടൈം ഇവിടെയുണ്ട്. എന്നെപ്പറ്റി ഇയാൾ മറന്നുപോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് അവൻ പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞാണെന്നോ എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുകയാണ് ചെയ്യുന്നത്. എല്ലാവരും പോയി കഴിഞ്ഞും ഹ്യൂജൻ അവിടെ നിന്ന് വർക്ക് ചെയ്ത് ഉറങ്ങിപ്പോവും. അവള് കഴിക്കാൻ പോലും പോകാതെ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് ശ്രദ്ധിച്ച യൂസങ് സ്വീറ്റ്സ് തീർന്നു പോയിന്ന് കാണും. അത് റീഫിൽ ചെയ്ത് വെക്കും. അന്നത്തേക്ക് അവൾ ഉണരും. വീട്ടിൽ പോകുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ
ഞാനും ബിസിയാണെന്ന് പറഞ്ഞിട്ട് അവനും പോയിരുന്ന വർക്ക് ചെയ്യുന്നതായിട്ട് പ്രിറ്റൻഡ് ചെയ്യും. ശരിക്കും അവൻ ഗെയിംസ് കളിക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം അവൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. നോക്കുമ്പോൾ ടേങ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ടേങ് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പോൾ കുറച്ച് ബിസി ആണെന്നേ ഉള്ളൂ എന്ന് ഹ്യൂജിൻ പറയും. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അവൻ പറയുമ്പോഴത്തേക്കിനും അവളെല്ലാം തുറന്നു പറയും. എല്ലാം കേട്ട് കഴിയുമ്പോൾ ഇത് ബുള്ളിങ് ആണ്, കംപ്ലൈന്റ് കൊടുക്കാത്ത എന്താണെന്നൊക്കെ അവൻ ചോദിക്കും. അവൾക്ക് വേണ്ടിയിട്ട് അവൻ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെന്ന് ഹ്യൂജിന് മനസ്സിലാവും. ഇയാള് ഇന്ന് എന്റെ കൂടെ ഫോട്ടോഷൂട്ടിന് വരുന്നുണ്ടോ? അവിടെ ഫോറിനേഴ്സ് ആണ് മോഡൽസ് ആയിട്ട് വരാനായിട്ട് പോകുന്നത്. അതാകുമ്പോൾ ഫുഡ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഒപ്പീനിയൻ ഒക്കെ അറിയാനായിട്ട് പറ്റും. ഡേറ്റ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ നല്ലത് അതല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അതൊരു നല്ല സജഷൻ ആയിട്ട് ഹ്യൂജിന് തോന്നും. ഹ്യൂജിനെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നെയ്ബേഴ്സിന്റെ അടുത്തൊക്കെ പോയി ചോദിക്കും. എല്ലാവരും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പോയേക്കുവാണ്. നെയ്ബറും അമ്മയും ഹൈക്കിങ്ങിനും പോയേക്കുവാണ്. അവരെ വിളിക്കുന്നതന്നെ ഊജുവിന്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചാൽ എന്താണെന്ന് ചോദിക്കും. പക്ഷെ ടേങ്ങിന് അത് ഇഷ്ടപ്പെടത്തില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് അവള് അത് വേണ്ടാന്ന് പറയും. അവനിത് കേൾക്കുന്നുണ്ടായിരുന്നു. വേറെ ആരെയും കിട്ടാത്തത് കൊണ്ട് അവര് ടേങ്ങിന്റെ അച്ഛനെ തന്നെ വിളിച്ചു വരുത്തും. അയാൾക്കാണെങ്കിൽ കുട്ടിയെടുത്ത് കളിക്കാനായിട്ടൊക്കെ നല്ല സന്തോഷമാണ്. അത് ടേങ് നോക്കിക്കൊണ്ട് നിൽക്കും. കുട്ടിക്ക് വേണ്ടുന്ന ഫുഡ് എവിടെയാണ് വെച്ചേക്കുന്നതെന്നെല്ലാം ഹ്യൂജിൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഷൂട്ടെല്ലാം തകൃതിയായിട്ട് നടക്കും. ഹ്യൂജിൻ വിചാരിച്ച കൂട്ട് ഫോറിനേഴ്സിനെ എല്ലാം ഇന്റർവ്യൂ ചെയ്യാനും അവർക്ക് പറ്റും. ഇവർക്ക് പോകാൻ സമയമാകുമ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങും. ഓപ്പൺ സ്പേസിലായിരുന്നു. പെട്ടെന്ന് ഹ്യൂജിന്റെ കൈ പിടിച്ചിട്ട് ടേങ് അടുത്തുള്ള ഒരു ഷെൽട്ടറിലേക്ക് ഓടിക്കയറും. അവനിപ്പോ മഴ ആസ്വദിക്കുന്നുണ്ടെന്ന് ഹ്യൂജിൻ മനസ്സിലാക്കും. ടേങ് വന്നിരുന്നിട്ട് ഹ്യൂജിന്റെ കൈ പിടിക്കും. പക്ഷെ അവളെ കൈ മാറ്റി കളയും. ഇയാള് പറഞ്ഞ കൂട്ട് എനിക്ക് ഇയാളുടെ ഷീൽഡ് ആകാനായിട്ട് പറ്റിയില്ലെങ്കിലും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എന്നും കൂടെ ഉണ്ടാവുന്ന ടേങ് അവളോട് പറയും. അവളും തിരിച്ചത് തന്നെ പ്രോമിസ് ചെയ്യും. ഞാനിപ്പോ മഴയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് ടേങ് അവളോട് പറയും. ഹ്യൂജൻ പറഞ്ഞ കൂട്ട് അവളുടെ പ്രപ്പോസല് ബോർഡ് മെമ്പേഴ്സിന് മുമ്പിൽ പ്രസന്റ് ചെയ്യും. മറ്റേ ടീമിൽ നിന്നും മറ്റേ ആളും ചെയ്യുന്നുണ്ട്. ഇവളുടെ പ്രപ്പോസലാണ് കൂടുതൽ എല്ലാവർക്കും ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നത്. അങ്ങനെ യൂസങ്ങിന്റെ ടീമാണ് വിൻ ചെയ്യുന്നത്. റിസൾട്ട് എന്തായെന്ന് അറിയാനായിട്ട് ടേങ് ഹ്യൂജിന് മെസ്സേജ് അയക്കും. അവളുടെ പ്രപ്പോസലാണ് സെലക്ട് ചെയ്തതെന്ന് അറിയുമ്പോൾ അവന് സന്തോഷമാവും. അവൻ കുഞ്ഞിനെ കൂട്ടി ബേക്കറിയിലേക്ക് വരും. അവളുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ഒക്കെ വാങ്ങും. ഹ്യൂജിൻ എന്ന സമയത്ത് ഇറങ്ങും. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്യും. അവളുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല. അന്നേരം അവിടേക്ക് യൂസങ് വരും. അവിടെ വെച്ചിട്ട് അവളോട് യൂസങ് ഇഷ്ടമാണെന്ന് പറയും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.